ഇപ്പോൾ പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഇറാൻ മിക്ക രാജ്യങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചില ആളുകൾ ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നടത്തുന്നു എന്ന് പറഞ്ഞ പോലെ വീഡിയോ പിടുത്തം, ഫോട്ടോ പിടുത്തം ഇതൊക്കെ ഹരമാക്കിക്കൊണ്ട് ഇറാൻ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആക്രമിച്ചു. UAEയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോകൾ അല്ലെ വീഡിയോകളൊക്കെ എടുത്ത് ചില രാജ്യക്കാർ അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് ഈ 45 പേരെയാണ് UAEയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന അറ്റോർണി ജനറൽ. യുദ്ധം എന്നതൊക്കെ ഈ വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തുമൊക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തും അത് കണ്ടും ഒക്കെ രസിക്കാവുന്ന ഒരു സംഗതിയൊന്നുമല്ല. മനുഷ്യൻ്റെ ജീവൻ പോകുന്ന കാര്യങ്ങളാണത്. അറസ്റ്റ് ചെയ്തിരിക്കുന്ന 45 പേരിൽ 17 ഇന്ത്യക്കാരാണ്. ഇംഗ്ലീഷ് ന്യൂസിലൊക്കെ 19 എന്നൊക്കെ കണ്ടു. നാണക്കേട് മാത്രമല്ല, ഇത്ര ബോധമില്ലേ എന്ന് വരെ ആൾക്കാർ ചിന്തിക്കും. കാരണം മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരൊന്നുമല്ല. പക്ഷേ അവർക്കറിയാം, അവർ ഈ മറ്റൊരു രാജ്യത്ത് ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കുറച്ചൊക്കെ മാനുഷികമായ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കും. അതുപോലെ ചിന്തിക്കും. സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിച്ച് മറ്റുള്ളവരെ വിഷമത്തിലാക്കരുത് എന്ന് ചിന്തിക്കും. ഈ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം തന്നെ അതാണ്. കാരണം മറ്റുള്ളവരെ ഓരോന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയാണ്. ഇതുപോലെ വ്യാജ വീഡിയോകളൊക്കെ ആയിരിക്കും ഇടുന്നത്. ചിലപ്പോൾ AI വരെ ഉപയോഗിച്ച് ഇട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് വാർത്തകളിൽ കണ്ടത്. എന്ത് കഷ്ടമാണല്ലേ. ചിലപ്പോൾ വേറെ സ്ഥലത്ത് ബോംബ് വീണതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് വേറെ ഒരു രാജ്യത്തിൻ്റെ ചേർത്ത് അങ്ങനെ ഇന്ന ആൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വ്യാജ വീഡിയോ ആയിട്ട് രൂപീകരിച്ചിടുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഒന്നാണ്. പിന്നെ ശത്രു രാജ്യങ്ങൾക്ക് ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി ഏത് രാജ്യത്തെയാണോ അപമാനിച്ചിരിക്കുന്നത് വ്യാജ പ്രചരണങ്ങളിലൂടെ, ആ രാജ്യത്തിനെതിരെ വേണ്ടാത്തൊക്കെ ഇല്ലാത്തൊക്കെ ഉണ്ടാക്കി പറയാനും അത് ഇടയാക്കും. UAEയിൽ ശിക്ഷ കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കും എന്നാണ്. മാത്രമല്ല 1 ലക്ഷമോ 10 ലക്ഷമോ വരെ ദിർഹം പിഴ ഈടാക്കുന്നതുമായിരിക്കും. ഇതുപോലെ വിദേശ രാജ്യങ്ങളിലുള്ള ആരെങ്കിലും വേണ്ടപ്പെട്ടവർ നമ്മൾക്ക് ഇങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വാട്സാപ്പ് വഴി എന്ത് വഴിയാണെങ്കിലും അതെല്ലാം ഡിലീറ്റ് ചെയ്യുക. അവർ അയച്ചു തന്നവരും ഡിലീറ്റ് ചെയ്യുക. കാരണം ഈ സൈബർ ഇടങ്ങളിലൊക്കെ വ്യക്തവും ശക്തവുമായ നിരീക്ഷണമുണ്ട്. വ്യാജമാണെങ്കിലും അല്ലെങ്കിലും പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ്. UAEയിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. വല്ല നാട്ടിലും ജോലിക്ക് പോയതാണ്, ജീവിക്കാൻ വേണമെങ്കിൽ അവിടുത്തെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുക. അവരെയും കൂടെ ദുരിതത്തിലാക്കി ജീവിക്കാതിരിക്കുക. യുദ്ധം നടക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ത് സംഭവിച്ചാണെങ്കിലും ഒരു വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ്. ആ രാജ്യത്തിൻ്റെ സുരക്ഷ, അതീവ സുരക്ഷയുടെ ഭാഗമാണത്. പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമാണത്. ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിലും ശരി, കിട്ടിയ അവസരം മുതലാക്കി ചിലപ്പോൾ റീച്ച് ഉണ്ടാക്കാനോ ചുമ്മാ വലിയ ആളാകാനൊക്കെ കാണിക്കുന്നതായിരിക്കാം. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളല്ല, അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട സംഗതികളായിരിക്കാം. ചിലപ്പോൾ ആ ഒരൊറ്റ വീഡിയോ, ആ ഒരൊറ്റ ഫോട്ടോയോ മതി ആ രാജ്യത്തിനെ ശത്രു രാജ്യങ്ങൾ ആക്രമിക്കാനോ. പലരുടെ വ്ളോഗ്സ് അങ്ങനെ അതും ഇതൊക്കെ ആ ശത്രു രാജ്യങ്ങൾ എപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ചില രാജ്യങ്ങൾക്ക് ബോംബൊക്കെ വന്ന് മിസൈലൊക്കെ വന്ന് വീഴുമ്പോൾ അവിടെ തന്നെ ആകാശത്തിനെ നശിപ്പിക്കാനുള്ള എയറോഡ്രോം സിസ്റ്റം ഉള്ളതാണ്. അത് എല്ലാ രാജ്യങ്ങൾക്കില്ല. അതിൻ്റെ രഹസ്യം ചിലപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അറിയണമെന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലെയൊക്കെ യുദ്ധം പ്രതിരോധിക്കുന്നത് എല്ലാം എടുത്ത് ഇടുകയാണെങ്കിൽ മറ്റ് രാജ്യക്കാർക്ക് അവർക്ക് കിട്ടാത്ത രഹസ്യങ്ങളൊക്കെ കിട്ടാൻ എളുപ്പമാകും. അതുകൊണ്ട് പ്രത്യേകം പറയുന്നുണ്ട്, UAEയിൽ അറസ്റ്റിലായവർ ഇന്നപോലത്തെ കാരണങ്ങൾ കൊണ്ടുകൂടിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ യുദ്ധം നടക്കുന്നത് പ്രതിരോധിക്കുന്നതും കൂടെ അവരെ എടുത്ത് വീഡിയോയിൽ വരികയാണ്. അപ്പോൾ ശത്രു രാജ്യങ്ങൾ അത് മനസ്സിലാക്കി പിന്നെ ആ രാജ്യത്തെ ആക്രമിക്കുകയില്ലേ. ഇങ്ങനെ വീഡിയോസ് എല്ലാം എടുത്തിടുമ്പോൾ മറ്റുള്ള ഇത് കാണുന്നവർക്ക് വളരെ മാനസികമായി അവർ പേടിയിലാവുകയാണ്. യുദ്ധഭീതി നേരിടുന്ന വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ബന്ധുക്കാർ, നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ മാനസികമായി തളർത്താതിരിക്കുക എന്നാണ് പറയുന്നത്. എന്ത് വന്നാലും നേരിടാനുള്ള മനഃശക്തി അവർക്ക് മറ്റുള്ളവർ പകർന്നു നൽകണം എന്നുള്ളതാണ് യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളിൽ വേണ്ടത്. മറ്റുള്ളവരെ പരിഭ്രാന്തിയിലാക്കുന്ന രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട ഏത് രാജ്യത്താണെങ്കിലും പിടിച്ചകത്തിടും. മറ്റൊരു രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാം നേരിടാനുള്ള മനഃശക്തിയുമായിട്ടാണ് ആളുകൾ പോകുന്നത്. മാത്രമല്ല വിദേശത്തിരിക്കുന്നവരുടെ സ്വദേശത്തുള്ള ബന്ധുക്കാരും വേണ്ടപ്പെട്ടവരും എല്ലാം കൂടി പരിഭ്രാന്തിയിലാവുകയാണ് ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ.